ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മിനൂസ് വേൾഡ്. ഇന്ന് നമുക്കൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിനാദ്യം വേണ്ടത് നമ്മളുടെ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഞാനിപ്പോൾ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 2 എടുത്താലും മതിയാവും. ഇത് കുറച്ച് അധികമായിരുന്നു കേട്ടോ. എന്നിട്ട് ചെറുതാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നല്ല തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. 2 എടുത്താൽ തന്നെ മതിയാവും കേട്ടോ. നമുക്ക് അത്യാവശ്യം ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവും. ഞാൻ പിന്നെ ബാക്കി വന്നത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല തിന്നായിട്ട് വേണം കേട്ടോ എടുക്കാൻ. ഇതുപോലെ. ഇനി അടുത്തതായിട്ട് നമുക്കിതെല്ലാം എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലോണം ഇതുപോലെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ ഈ പൊട്ടറ്റോ അരിയുമ്പോൾ കണ്ടിട്ടില്ല ഒരു പൊടി ഉണ്ടാവുമല്ലോ, അത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ പലകമേലൊന്ന് വെച്ച് കൊടുക്കുക. ഇനി ഇതിവിടെ നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ ആ പാത്രത്തിലേക്ക് തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് അരിപ്പൊടി കൂടെ. ഇനി എരിവിന് ആവശ്യമായ മുളക് പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 നുള്ളു ബേക്കിംഗ് സോഡ, അത് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ആവശ്യമുണ്ടാവും. നമ്മൾ ഗോതമ്പ് പൊടി എടുത്തില്ലേ, ആ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനത് മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ആദ്യം കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം കേട്ടോ നമുക്ക് മിക്സ് ആക്കി എടുക്കാൻ. അല്ലെങ്കിൽ എല്ലാം കൂടെ പെട്ടെന്ന് കട്ട് കുത്തും. ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പതുക്കെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതിയാവും. ഈ ഒരു പാകത്തിനാണ് ഇത് വേണ്ടത്. നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ഒരു പാകമാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഓരോ പീസും ഈ മാവിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ മിക്സാക്കി വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് എടുത്തിട്ട് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നല്ല പൊങ്ങി വരും കേട്ടോ. നല്ല ചൂടിൽ വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയി വരും കേട്ടോ. അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ ഒരു ഉരുളക്കിഴങ്ങൊക്കെ നല്ല തിന്നായിട്ടല്ലേ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന ആ സ്പോട്ടിൽ തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. എന്നിട്ട് നല്ലോണം ഇതുപോലെ സ്റ്റെയർ ചെയ്തിട്ട് എടുക്കുക. നല്ല ടേസ്റ്റാണിത്. നമ്മൾ ചൂടോട് കൂടി കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ നമുക്ക് നോമ്പ് തോരയൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ആ ഒരു സമയമാകുമ്പോൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള ഡിഷാണ്. അപ്പോൾ എന്നും നമ്മൾ ഓരോ റെസിപ്പി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണമല്ലോ. പിന്നെ ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. ഇതുവരെ ഞാനിട്ട റെസിപ്പീസൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇതുവരെ അങ്ങനെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ടുള്ള തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് അധികം പണിയുമില്ല, പെട്ടെന്ന് ആവും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മിനൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും.